കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളൊരുത്തൻ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. നാം എല്ലാവരും ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തെ ശ്രവിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഓക്കെ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ പങ്കാളികളായി തീരുക എന്നുള്ള ഒരാശയമാണ് എനിക്ക് ദിവസത്തിൽ പറയാനുള്ളത്. ബി പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ബി പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പങ്കാളികളാകുക എന്നുള്ള കാര്യമാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊരു ക്ലോസ് ആയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്, പങ്കാളികളായി തീരുക എന്ന് പറയുന്നത്. പങ്കാളികളാകുക എന്ന് പറയുന്നത് നമുക്കറിയാം, പങ്കാളിത്തം ഒരു മനുഷ്യൻ്റെ സഹജമായ വളർച്ചയുടെ സഹജമായൊരു ഭാഗമാണ്. പങ്കാളിത്തം പല മേഖലകളിലുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് പരിചിതമായ പങ്കാളിത്തം എന്ന് പറയുന്നത് വിവാഹം എന്ന പങ്കാളിത്തമാണ്, കുടുംബജീവിതത്തിൻ്റെ പങ്കാളിത്തം. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ബിസിനസ്സിലൊക്കെയാണ് പങ്കാളിത്തം. ഇപ്പോൾ ഈ ഇടയ്ക്ക് അദാനിയുടെ പോർട്ട്, വിഴിഞ്ഞത്തെ പോർട്ട് വേറൊരു കമ്പനിയായിട്ട് കുറേ ഷെയർ വിൽക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് ഒത്തിരി തർക്കങ്ങൾ നടക്കുന്ന സമയമാണിത്. അപ്പോൾ ബിസിനസ് വളരാനും വളർത്താനുമായിട്ട് ആളുകൾ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നുണ്ട്. പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ കേവലം കമ്പനിയല്ല, കൂട്ടുകെട്ടല്ല, സഹോദരമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്താണ്. ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കുടുംബജീവിതത്തിലും അങ്ങനെ ലക്ഷ്യത്തോടു കൂടിയാണ് അത് വരുന്നത്. എന്തിനു വേണ്ടി? പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി, ഒരു സമൂഹ ഘടനയുടെ നിർമ്മിതിക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി. അങ്ങനെ ലക്ഷ്യങ്ങളോടു കൂടിയാണ് ഒരു കുടുംബം പോലും രൂപപ്പെടുന്നത്. അത് മനസ്സിലാകാതെ വരുന്നിടത്താണ് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കകത്ത് ഉൾപ്പെട്ടു പോകുന്നത്. അപ്പോൾ പങ്കാളിത്തത്തിൻ്റെ ഏറ്റവും നല്ല രൂപം, ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. അതിനകത്ത് കേവലം ഒരു കാര്യത്തിൻ്റെ പങ്കുവയ്ക്കലല്ല. സാധാരണ ബിസിനസ്സിലാണ് പങ്കുവയ്ക്കൽ കൂടുതൽ നടക്കുന്നത്, സമ്പത്തിൻ്റെയും ലാഭത്തിൻ്റെയാണ്, മുടക്കുമുതലിൻ്റെയും അതിൻ്റെ ലാഭത്തിൻ്റെയും പങ്കുവയ്ക്കലാണ് നടക്കുന്നത്. എന്നാൽ കുടുംബജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ പങ്കുവയ്ക്കുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ വചനത്തിലുടനീളം ഭാര്യ ഭർത്തൃബന്ധം പോലെ തന്നെയാണ് യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ക്രിസ്തുവും മണവാട്ടിയും എന്നുള്ള ഭാഷയൊക്കെ പ്രയോഗിക്കാൻ കാരണം. പങ്കാളിത്തത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, മൊത്തത്തിലുള്ള ഒരർത്ഥം കൊടുക്കാൻ അതിന് കഴിയും. കുടുംബജീവിതത്തിന് ശാരീരിക, മാനസിക, സാമ്പത്തിക എല്ലാ തരത്തിലുമുള്ള ഒരു പങ്കുവെക്കലിൻ്റെ, ഒരു ലക്ഷ്യബോധത്തോടുള്ള പങ്കുവെക്കലിൻ്റെ ഒരർത്ഥം അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പങ്കാളിത്തം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ഒരു നൈമിഷികമായ ഒരു താല്പര്യങ്ങളൊന്നും ചേർന്നതൊന്നുമല്ല. കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ആളുകൾ ചേരുന്നിടത്താണ് പങ്കാളിത്തം എന്ന് പറയുന്നത്. അതിനകത്ത് മുടക്കുമുതലിനകത്തും നിയമങ്ങളുണ്ട്, ലാഭങ്ങൾക്കകത്ത് നിയമങ്ങളുണ്ട്, നേട്ടങ്ങൾക്കകത്ത് നിയമങ്ങളുണ്ട്. ഇതെല്ലാം എഗ്രി ചെയ്തിട്ടാണ് പങ്കാളിത്തം എന്ന ആശയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പങ്കാളിത്തം പറ്റിയേ പറ്റൂ. അതൊരു സ്വാഭാവികമാണ്. അതില്ലാത്തിടത്ത് മനുഷ്യൻ പക്ഷേ കുറേ കഴിയുമ്പോൾ പ്രതിസന്ധിയിലായേക്കാം. ഇവിടെ ക്രിസ്തുവുമായിട്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. ഈ പങ്കാളിത്തം എന്ന് പറയുന്ന ആശയം ഇവിടെ പുതിയതായൊരു കാര്യമല്ല. അത് പലയിടത്തും ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ തന്നെ പലയിടത്തും അതിനെപ്പറ്റി പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ പങ്കാളിയാകുക എന്ന് പറയുന്ന ആശയം എനിക്ക് ഇഷ്ടം തോന്നിയൊരു കാര്യമുണ്ട്. പാർട്ടേക്കേഴ്സ് ഓഫ് ദ, കൊലോസ്യ ലേഖനം 1:12,
പാർട്ടക്കേഴ്സ് ഓഫ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദ സെയിൻസ് ഇൻ ദ ലൈറ്റ്. പാർട്ടക്കേഴ്സ്, അത് നമ്മൾ ക്രിസ്തുവിൻ്റെ എന്താ പറയുന്നത്, അവകാശത്തിനകത്ത് നമ്മൾ പങ്കാളികളാകുക എന്ന് പറയുന്ന തരത്തിൽ. കൊലോസി ലേഖനം 1:12 ഒന്ന് വായിക്കാമോ? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നമ്മൾ ആക്കി വെക്കുന്നൊരു പ്രത്യേക പദവി കുറേ ശ്രദ്ധിച്ചിരിക്കണം ഇതിനകത്ത്. ഇത് കുറച്ചും കൂടെ നമ്മൾക്ക് അത്ര എളുപ്പമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാൽ പോലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അധികം ആത്മാവ് നമ്മളെ മനസ്സിലാക്കി തരും. നമ്മൾ ക്രിസ്തുവുമായിട്ടുള്ള പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുക. നമുക്ക് സാധാരണ അറിയാവുന്ന നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്, അങ്ങനെയൊക്കെ ഒരു ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കും കർത്താവ് യേശു നമ്മുടെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണ് നമ്മൾ പറയും. നമ്മൾ കർത്താവ് നമ്മുടെ പിതാവാണെന്ന് പറയും. ഇങ്ങനെ പല ഡയമെൻഷനിൽ നമ്മൾ കാണുന്നെങ്കിലും ഇവിടെ വേറൊരു സംഭവം, ഒരു പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അവൻ്റെ വെളിച്ചത്തിൻ്റെ അവകാശത്തിൻ്റെയൊക്കെ പങ്കാളികളാവുക എന്ന് പറയുന്ന മനോഹരമായ ഒരവസ്ഥയാണത്. രണ്ടാമത്തെ ഒരു വാക്യം വായിക്കാമോ? എബ്രായ ലേഖനം 3:1 വായിക്കാമോ? എബ്രായ ലേഖനം 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മളിവിടെ ഒരു എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരാ. അവിടെയാണ് നമ്മളെങ്ങനെയാണ് ഒരുപോലെയാകുന്നത് എന്നുള്ളൊരു പ്രത്യേകത. നമ്മളെല്ലാം ഏതോ ഒരു കോളിങ്ങിൻ്റെ ദൈവികമായ വിളിയുടെ ഓഹരിക്കാരാണ്, പങ്കുപറ്റുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഇവിടെ വചനം നമ്മളെല്ലാം ഒരു വിളിയുടെ ഭാഗമാണ്. ദൈവം നമ്മൾ വിളിച്ച വിളിയുടെ ഭാഗമാണ്, അതിൻ്റെ പങ്കാളികളാണ് എന്നർത്ഥം. എബ്രായ ലേഖനത്തിൽ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. 6:4 വായിക്കാമോ? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ അത് ബിക്കം പാർട്ടക്കേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ പങ്കാളികളാകുക എന്നൊരു പ്രയോഗം അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ പങ്കാളി, ദൈവിക ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ പങ്കാളികളാവുക. അപ്പോൾ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇനിയും ധാരാളം ഉണ്ട് അതിനകത്ത്. എബ്രായർ 12:10 എന്ന് പറയാമോ? വായിക്കാമോ? അവൻ ശിക്ഷിച്ചത് അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അവിടെയും ഈ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് പകരം ഇംഗ്ലീഷിൽ ഞാൻ കണ്ടത് അതിൻ്റെയും പങ്കാളികളെ പാർട്ടക്കേഴ്സ് ആവുക, എൻ്റെ വിശുദ്ധിയുടെ പങ്കാളികളാവുക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ 2 പത്രോസ് 1:4 പറയുന്നത് അവൻ്റെ സ്വർഗീയ സ്വഭാവത്തിൻ്റെ ഓഹരിക്കാരാകുക എന്ന് പറയാവുക. 2 പത്രോസ് 1:4 പറയുന്നത് അവൻ്റെ സ്വർഗീയ സ്വഭാവം, ദൈവിക ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടക്കേഴ്സ് ആവുക എന്നുള്ള അർത്ഥത്തിലാണ്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1:4 ഞാൻ പറഞ്ഞത്? അത് 14 പറഞ്ഞത്? 1:4 വായിച്ചത്? 1 പത്രോസ് 1:4. അവിടെ നമ്മൾ ഡിവൈൻ നേച്ചറിൻ്റെ പാർട്ടക്കേഴ്സ് എന്നുള്ള പ്രയോഗം മലയാളത്തിൽ വായിച്ച കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ക്രിസ്തുവുമായി, ദൈവവുമായി, പരിശുദ്ധാത്മാവായി, ദൈവിക സ്വഭാവമായി, ദൈവത്തിൻ്റെ ഹോളിനെസ്സുമായി ഒക്കെ നമുക്കൊരു പങ്കാളിത്തത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട്. പങ്കാളിത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുണ്ട്. ആ പ്രവേശനം ആരംഭിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പക്ഷേ അവനെ സ്വീകരിച്ചിട്ട് നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്താണ് അവൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ നമ്മൾ അനുരൂപപ്പെടുന്ന പ്രക്രിയയാണ് സ്നാനപ്പെടുകയൊക്കെ പറയും. അപ്പോൾ കർത്താവുമായിട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ വെച്ച് തന്നെ അവനെ അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു എഗ്രിമെൻ്റാണത്. ലാഭനഷ്ടത്തിലും കൂടെ നിൽക്കാമെന്നുള്ള എഗ്രിമെൻറ്റ്. ബിസിനസ്സിനകത്ത് നഷ്ടം വന്നാൽ ആ നഷ്ടത്തിനകത്ത് കൂടെ നിൽക്കും, ലാഭം വന്നാൽ ലാഭത്തെ കൂടെ നിൽക്കണം. അതാണ് എഗ്രിമെൻറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ഈ യാത്രയിൽ എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കാമെന്നുള്ള പരസ്പരമായ ഒരു വാക്കാണ്, പരസ്പരമായ ഒരു ബന്ധമാണ്, പരസ്പരമായ ഒരു ഇടപാടാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നഷ്ടം വരുമ്പം ഒഴിഞ്ഞു മാറാൻ നമ്മൾ ആഗ്രഹിക്കുക, ലാഭത്തിൽ കൂടെ നിൽക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുക. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷേ ക്രിസ്തുവുമായി ഇടപെടാനകത്ത് അതല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അത് അവൻ്റെയോടുള്ള യാത്രക്കിടയിൽ വരുന്ന ലാഭനഷ്ടങ്ങളിൽ അവൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് പ്രതീക്ഷിക്കാൻ കാരണം? അവൻ്റെ ബിസിനസ് അവൻ ആരംഭിക്കുന്നത് തന്നെ നമുക്ക് നൽകിയിട്ടാണ്. അവിടെ അവൻ പങ്കാളിത്തം ആവശ്യപ്പെട്ടില്ല. നമ്മുടെ പാപത്തിൽ പങ്ക് പറ്റിയാണ് അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ ശാപത്തിൻ്റെ പങ്ക് പറ്റിയിട്ടാണ് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. എൻ്റെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ടാണ് അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചത്. എൻ്റെ നഷ്ടങ്ങളെ അവൻ ശിരസേറ്റിക്കൊണ്ടാണ് അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവേശിച്ചത്. അതുകൊണ്ട് പങ്കുപറ്റൽ അവൻ എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ആദ്യമായിട്ടല്ല. അവൻ ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ പാപങ്ങളുടെ പങ്ക് അവൻ വഹിച്ചു. പങ്കല്ല അവൻ വഹിച്ചത്, മുഴുവൻ വഹിക്കുകയായിരുന്നു ക്രൂശിന്മേൽ. എൻ്റെ മുഴുവൻ പാപത്തെയും ശാപത്തെയും മരണത്തെയും ക്രൂശിൽ വഹിച്ചുകൊണ്ടാണ് കർത്താവ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. എന്നിട്ടാണ് നമ്മളെ അവൻ്റെ പങ്കാളിത്തത്തിലേക്ക് വിളിച്ചു ചേർക്കുന്നത്. എന്തിനു വേണ്ടി? അവന് തുടരാനുള്ള പ്രക്രിയയുണ്ട് ഇവിടെ, അവന് തുടരാനുള്ള ശുശ്രൂഷയുണ്ട് ഇവിടെ. അവന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം, പ്രകൃതി ഉള്ളിടത്തോളം കാലം അവന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് പങ്കാളിയാകാനായിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുള്ളത്, നിങ്ങളെ വിളിച്ചിട്ടുള്ളത്, നമ്മളെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പങ്കാളിത്തത്തിലേക്ക് ആയി തീരുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. കാരണം അവൻ്റെ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എങ്ങനെ? എൻ്റെ പാപത്തിൻ്റെ, എൻ്റെ ശാപത്തിൻ്റെ, ലോകത്തിൻ്റെ മുഴുവൻ ശാപവും പാപവും വഹിച്ചതിലൂടെ അവന് ചെയ്യേണ്ടത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ആരുടെ കയ്യിലാണ് ജോലി ഇരിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. അവന് പൂർത്തിയാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ഭൂമിയിൽ. ഈ പ്രകൃതി പോലും അവൻ്റെ വരവിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൻ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നോ അതിൻ്റെ പങ്കാളിത്തം ഏറ്റെടുക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അതിനകത്ത് നാം പറയുന്ന സുവിശേഷമുണ്ട്, അതിനകത്ത് നാം കാണിക്കുന്ന സ്നേഹമുണ്ട്, നമ്മുടെ കരുതലുകളുണ്ട്, ചുറ്റുമുള്ളവരോട് കാണിക്കുന്ന ദൈവസ്നേഹത്തിലെല്ലാം ഈ പങ്കാളിത്തത്തിൻ്റെ അംശമുണ്ട്. കാരണം ദൈവം സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഇരിക്കുകയല്ലായിരുന്നു. ദൈവം തൻ്റെ സ്നേഹം അവൻ്റെ പുത്രനെ നൽകുക വഴി നമ്മളോട് കാണിച്ചിട്ടുണ്ട്, നമ്മളോട് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രക്രിയക്കകത്തും ദൈവികമായ ഈ പങ്കാളിത്തത്തിന് ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് നോക്കുക, എബ്രായ ലേഖന കർത്താവ് പറയുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഈ പങ്കാളികളായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്, അതിനകത്ത് ഒരു ലോജിക്കുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. അങ്ങനെ ആയാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി. അവിടെയാണ് നമ്മൾ നേരിടാൻ പോകുന്ന ഒരു ക്രൈസിസ്. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊള്ളുക. ഈ വിഷയം എൻ്റെ തലയിൽ വരാൻ കാരണം എൻ്റെ പിതാവിൻ്റെ മരണത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എൻ്റെ സഹോദരങ്ങളല്ല, മറ്റ് സഭയിലുള്ള വിശ്വാസികൾ സഹോദരന്മാരാണ് നിന്ന്. അവർ പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സംസാരിക്കാനൊക്കെ ഉള്ള ശേഷിയുള്ള സമയം വരെ അദ്ദേഹം അന്യഭാഷകളിൽ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ വളരെ സമാധാനം തോന്നി. ബാക്കിയൊക്കെ ഞാൻ വിട്ടു. ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് സംതൃപ്തി തോന്നി. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒത്തിരി ഭക്തന്മാരുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും അവരൊത്തിരി പ്രതിസന്ധിയായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അടുത്ത കാലങ്ങളിലാണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്നോട്ട് എൻ്റെ ഒരു പ്രാർത്ഥന, കർത്താവേ നമുക്ക് നല്ല രീതിയിലേക്ക് അവസാനിപ്പിക്കാൻ കഴിയണമേ എന്നൊരു ആഗ്രഹം. കാരണം നമ്മളിത് പാടുകയും പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ പ്രയാസമാണെങ്കിൽ അതത്ര സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കേട്ടു, അവസാനത്തോളം നമുക്കത് മുറുകെ പിടിക്കാൻ കഴിയുന്നെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അവസാനത്തോളം അദ്ദേഹം സംതൃപ്തനായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് കാരണം. എൻ്റെ ഇളയ ബ്രദർ
ഈ ഇടയ്ക്കാണ് സെമിനാരി വന്ന് ജോയിൻ ചെയ്ത് BD-ക്ക്. ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിലെ പാസ്റ്റർ എന്ന പേര് കൂട്ടി എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം. പക്ഷേ ഒരിക്കലും ഈ പുള്ളിക്കാരന് ഈ വേലയിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ B.Ed ഒക്കെ പഠിച്ച ശേഷം കുറേ നാൾ സ്കൂളിൽ പഠിപ്പിച്ചു, അത് ശരിയായില്ല. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ നാൾ ജോലി ചെയ്തു, അതത്ര പൂർത്തിയായില്ല. അതിനുശേഷം പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ചെറിയ ബിസിനസ് പോലെയൊക്കെ ആയിട്ട് തുടങ്ങി, അതും അങ്ങ് കാര്യങ്ങൾ ശരിയായില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇതിലൊന്നും പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അവസാനം അദ്ദേഹത്തിന് 1-2 അസുഖങ്ങൾ സ്ട്രോങ് ആയിട്ട് വന്നു. പ്രാണം പോകുന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് പുള്ളി ഇത് മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ വഴി ഇതല്ല എന്ന് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഞങ്ങൾ 3 ആൺമക്കളും ദൈവവേല ചെയ്യണമെന്നുള്ളത് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രാർത്ഥനകളായിരുന്നു. എൻ്റെ പിതാവ് മരിക്കുന്ന ആ ദിവസം, ഞാൻ ആദ്യം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു പോട്ടെ. ആ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി സീനിയർ പാസ്റ്റർമാർ പലരും ഉണ്ടെങ്കിൽ, ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവനാണ് അന്നത്തെ അവസാനത്തെ മെസ്സേജ് കൊടുത്തത്. അപ്പോൾ എൻ്റെ പിതാവ് ഇത് കേട്ടിരുന്നു. അദ്ദേഹത്തിന് നോട്ട് എഴുതുന്നൊരു പരിപാടിയുണ്ട്. ഇവൻ്റെ പ്രസംഗത്തിൻ്റെ നോട്ടും എഴുതി വെച്ച് ആണ് പുള്ളി അവസാനിപ്പിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ യാത്ര. അദ്ദേഹത്തിന് അത് തൃപ്തിയായി എന്ന് മനസ്സിലാവുന്നു. കാരണം ഇവനും ദൈവസന്നിധിയിൽ വന്ന് ഈ വഴി അവൻ ചെയ്തുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫുൾ ടൈം ഒരു ദൈവവേലക്കാരനെ മാറുക എന്നുള്ളതൊരു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങളെല്ലാവരും ആ വഴിയിലേക്ക് തിരിഞ്ഞു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദർശനം. അതിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിച്ചു. അദ്ദേഹം പൂർത്തിയാക്കി, ആ വഴി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മൾക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് പ്രധാനമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ കർത്താവുമായിട്ട് ഉൾച്ചേർന്ന് കിടക്കുന്നെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒത്തിരിയേറെ നേട്ടങ്ങൾ ഭൂമിയിലുണ്ട്. അത് ഇപ്പോൾ എന്താ പറയുന്നത്, അതെല്ലാവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഉണ്ടാക്കണം. പക്ഷേ അതിലുപരി കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളായി തീർന്ന് നമ്മുടെ ആ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാൻ കഴിയുന്നെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നിടത്ത്, പാളിപ്പോകുന്നിടത്ത്, വഴിയിൽ കൈമോശം വന്നു പോകുന്നിടത്ത് ഒരു പക്ഷേ നമ്മളെ ജീവിതത്തിനകത്ത് ഈ പങ്കാളിത്തത്തിനകത്ത് ഒരു കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. ഭക്തന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ കാണുന്നിടത്തെല്ലാം എബ്രായലേഖനം ഒരു ലിസ്റ്റ് കാണിക്കുന്നുണ്ട് 11-ാം അധ്യായത്തിലുടനീളം. എങ്ങനെയാണ് വിശ്വാസം അവർ തുടർന്നതെന്ന്, എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ അവസാനിപ്പിച്ചു, വിശ്വാസ വീരന്മാരുടെ പട്ടിക എല്ലാം നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് വിശ്വാസത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ഒരുപോലെ അത് കൊണ്ടുപോകാൻ, മുറുകെ പിടിക്കാൻ കഴിയണം. അതാണ് പങ്കാളിത്തത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് വിശ്വാസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില അനുഭവങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. അവിടെ നമ്മുടെ ഉള്ളിൽ വീണ് കിട്ടിയ വിശ്വാസത്തിന് ആദ്യ സീഡുണ്ട്, ഒറിജിനലായിട്ട് നമ്മൾ അനുഭവിച്ച വിശ്വാസം. കർത്താവിനെ ആഴമായി വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു കാരണം, കർത്താവിനെ ഉറ്റുനോക്കാൻ നമ്മളെ സഹായിച്ച ഒരു കാരണമുണ്ട്. അതിനോട് ചേർന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം വളരെ പ്രധാനമാണ്. അത് അവസാനത്തോളം മുറുകെ പിടിച്ച് നമ്മൾ പോകണമെന്നുള്ളതും വളരെ പ്രധാന. ദൈവം അത് ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഏർപ്പെട്ട എന്തിലാണ്? ഒരു പങ്കാളിത്തത്തിലാണ്. ആ പങ്കാളിത്തത്തിൽ ഇടയ്ക്ക് നമ്മൾ ഈ ബന്ധം വിച്ഛേദിച്ച് പോകാൻ നമുക്ക് അനുവാദമില്ല, അത് ഇട്ടേച്ച് പോകാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഈ പങ്കാളിത്തത്തിൽ നിലനിൽക്കണമെങ്കിൽ വിശ്വാസത്തിൽ അങ്ങനെ തന്നെ മുറുകെ പിടിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് പുറകോട്ടം തിരിഞ്ഞു നോക്കിയ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയ ആദ്യ ദിവസം, ആദ്യ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വീണ കർത്താവിനെ പറ്റിയുള്ള ആഴമേറിയ ബോധ്യം എവിടെയെങ്കിലും കൈമോശം വന്നിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ, ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾക്കിടയിലൊക്കെ ദൈവവുമായിട്ടുള്ള ആദ്യ ബന്ധത്തിനകത്ത് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? അത് കൈമോശം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതെവിടെയെങ്കിലും ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കറക്റ്റ് ചെയ്യണം. അതിനകത്ത് കർത്താവേ, നിന്നുള്ള ആദ്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിയും. ആദ്യ വിശ്വാസം, ആദ്യ സ്നേഹം, 2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിൽ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്, അല്ലേ? ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? അവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒറിജിനൽ ആയിട്ടുള്ള വിശ്വാസം. നമ്മളുടെ കുറേ
കാര്യങ്ങൾ ചേർത്ത് നമ്മളതിനെ പൊലിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഡ്രസ്സപ്പ് ചെയ്ത് ഒത്തിരി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, കർത്താവ് നമ്മൾ ഉള്ളിലേക്ക് തന്ന ആ ഒറിജിനൽ വിശ്വാസം, ഒറിജിനൽ പ്രത്യാശ, ഒറിജിനൽ സ്നേഹം, അത് ആദ്യ സ്നേഹം, ആദ്യ വിശ്വാസം എന്നൊക്കെ നമ്മൾ ഈ വായിക്കുന്നത്. അവിടെ ദൈവം നമ്മൾ കഴിഞ്ഞ ബാക്കി എന്തും ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിനെ സ്നേഹിച്ച് തുടങ്ങിയ ആ ദിവസം കർത്താവും നമ്മളും മാത്രമേ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അവനുള്ള സ്നേഹമായിരുന്നു ഏറ്റവും വലുത്. അതിനുവേണ്ടി എന്തും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിരുന്നു. ഏത് പ്രതിസന്ധിയെ നേരിടാൻ നമ്മൾ തയ്യാറായിരുന്നു. എന്തും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. എന്തും സ്വീകരിക്കാനും എന്തും ചെയ്യാനും നമ്മൾ തയ്യാറായിരുന്നു ആ നിമിഷങ്ങളിൽ. കാരണം അത്രയും ആഴമേറിയ ഒരു ബന്ധത്തിലേക്കായിരുന്നു നമ്മൾ അന്ന് ഏർപ്പെട്ടത്. പക്ഷേ കാലങ്ങൾ കടന്നുപോയി, നാളുകൾ കടന്നുപോയി, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കയറി, പല വിഷയങ്ങൾ വന്ന്, ചോദ്യങ്ങൾ വന്ന്, ലാഭങ്ങൾ, നഷ്ടങ്ങൾ, ഈ ബിസിനസ്സിനകത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചത്? ഈ ക്ഷീണം സംഭവിച്ചത് പലപ്പോഴും ഈ ആദ്യ വിശ്വാസത്തിനാണ്. ഇതിൽ നിന്ന് മാറി നമ്മൾ മറ്റെന്തൊക്കെയോ കെട്ടിപ്പടുത്തിട്ടുണ്ട് വിശ്വാസം എന്ന പേരിലൊക്കെ. ഹല്ലേലൂയ. വിശ്വാസം എന്ന പേരിൽ നമ്മൾ പലതും ഇന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നും ആ ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസമൊന്നും അല്ല. പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് മറ്റെന്തൊക്കെയോ നമ്മൾ അതിൻ്റെ ആ വ്യാഖ്യാനങ്ങൾ താകത്ത് കയറ്റി അതിൻ്റെ ആ ഒറിജിനാലിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സ് തുടക്കത്തിൽ നല്ല പളപളപ്പുള്ളതും സുന്ദരമാണ്, മനോഹരമാണ് അല്ലേ? അത് കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി കുറയും, സ്വാഭാവികമല്ലേ? ഹല്ലേലൂയ. വിശ്വാസത്തിനകത്ത് കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് മുറുകെ പിടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവേ, എനിക്ക് നിന്നുള്ള ആദ്യ സ്നേഹത്തിൽ, ആദ്യ വിശ്വാസത്തിൽ എനിക്ക് ഉറയ്ക്കാൻ ഇന്ന് കഴിയണമെന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് ഒരു പാർട്ട്ണർഷിപ്പിലാണ്. നമ്മൾ അവൻ്റെ പാർട്ടേക്കേഴ്സാണ്. അവൻ എന്ത് ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് ചെയ്യുവാനായിട്ട് നമ്മളെ അവൻ ഇൻവൈറ്റ് ചെയ്തതാണ്. നമ്മളത് എഗ്രിമെൻ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കുഴപ്പമുണ്ട്. അതാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെ തടയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പരിശുദ്ധാത്മാവിൽ നമ്മളോട് പറയുന്നത്. ഹൃദയത്തിൻ്റെ 2 അവസ്ഥകൾ. ഒന്ന്, നമുക്കൊരു ദുഷ്ടഹൃദയമുണ്ടാകാം, സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഒരു കഠിന ഹൃദയത്തിൻ്റെ സാധ്യത. ഈ 2 കാര്യങ്ങളും നമ്മളെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ മാറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പങ്കാളിത്തത്തിൽ നമ്മളെ മാറ്റിക്കളയാൻ, അടർത്തിക്കളയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന്, എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയത്തെ പറ്റിയാണ് പറയുന്നത്. അതാണ് നമ്മളുടെ എന്താ പറയുന്നത്, ദുഷ്ടഹൃദയം. 3:12 നമ്മൾ അങ്ങനെ വായിക്കുന്നു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയും മതി. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാവരുത്. നമ്മളിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിലുള്ള ദുഷ്ടഹൃദയം. ദൈവം ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ദൈവം ചെയ്ത പ്രവൃത്തികളെ മറന്നു കളയുമ്പോൾ നമ്മളിൽ അവിശ്വാസം രൂപപ്പെട്ടു വരും. വിശ്വാസം രൂപപ്പെടണമെങ്കിൽ നമ്മളെ ബന്ധങ്ങൾ നിലനിന്ന് പോയാലേ പറ്റൂ. പക്ഷേ നമ്മൾ ബന്ധങ്ങൾ കുറയുമ്പോൾ വിശ്വാസത്തെക്കാൾ അവിശ്വാസം രൂപപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്, അവർ മരുഭൂമിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അവർക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ അവർ മുമ്പിലുള്ള പ്രതിസന്ധികളെ അവർ കണ്ടതുകൊണ്ട് അവർക്ക് അവരുടെ ഉള്ളിൽ അവിശ്വാസം തന്നെ നിലനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര കണ്ട് ദൈവം എന്ത് പ്രവൃത്തി ചെയ്താലും വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയാതെയായി പോയ അനുഭവമാണ് ഇസ്രായേൽ മക്കൾക്കുണ്ടായത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം ഇങ്ങനെ പറയുന്നു, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവർ. കണ്ടോ, എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഹൃദയം അവർക്കുള്ളത്. ഈ അവിശ്വാസത്തിൻ്റെ പ്രശ്നം അതാ. നമുക്ക് എത്ര ദൈവം പ്രവൃത്തികൾ കണ്ടാലും, എത്ര ദൈവം നമ്മളോട് ആലോചന പറഞ്ഞാലും, ദൈവം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്താലും നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു ഹൃദയത്തിൻ്റെ സാധ്യതയുണ്ട്.
ഒരു ദിവസം നന്നായി, പിറ്റേ ദിവസം അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു തെറ്റിപ്പോകുന്ന ഹൃദയം. ദൈവം പറയുന്നു ഒരു അവിശ്വാസത്തിൻ്റെ പ്രശ്നം, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ഇതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ കർത്താവുമായുള്ള പങ്കാളിത്തത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വസ്ഥതയോടെ നമുക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദൈവിക സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിശ്വാസമുള്ള ഹൃദയമാണ്. ഹൃദയത്തിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുകയും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവിക സ്വസ്ഥത ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഞാൻ കാണുന്ന ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. ദൈവം നമുക്ക് തരുന്ന റെസ്റ്റാണ്. നമ്മുടെ ഏത് പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ഉള്ളിൽ തരുന്ന റെസ്റ്റുണ്ട്, ഒരു സ്വസ്ഥത, ഒരു സമാധാനം. അത് കർത്താവ് അത് ചെയ്തോളും തോന്നുന്ന ആ റെസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സാന്നിധ്യം, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രശ്നം മാറിയിട്ട് മനുഷ്യജീവിതത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പ്രശ്നങ്ങളില്ലാതെയാക്കിയിട്ട് ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയത്തുമില്ല. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിൽ അവൻ തരുന്ന സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. അത് അനുഭവിക്കുന്നിടത്താണ് പ്രധാനം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിൽ ഉണ്ടാവേണ്ടത് അവനിലുള്ള ആഴമേറിയ വിശ്വാസമാണ്. കർത്താവ് അത് ചെയ്യുവാൻ കഴിവുള്ളവനാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത് എത്രയേറെ അത്ഭുതങ്ങൾ കണ്ടിട്ടും എത്രയേറെ അതിശയങ്ങൾ കണ്ടിട്ടും അവർ മുന്നോട്ട് നോക്കുന്ന പ്രതികൂലങ്ങളെ അവർ കാണുന്നുള്ളൂ. ദൈവം പിന്നിൽ ചെയ്ത നന്മകളെ, അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് അൺബിലീഫിൻ്റെ, അവിശ്വാസത്തിൻ്റെ പ്രോബ്ലം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കർത്താവ് എത്ര അത്ഭുതം ചെയ്താലും, എത്ര അടയാളങ്ങൾ ചെയ്താലും, എത്ര നന്മ ചെയ്താലും അതൊന്നും ഓർത്തിരിക്കാൻ നമുക്ക് കഴിയാറില്ല. നമ്മൾ വീണ്ടും വീണ്ടും മുന്നിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ കാണുന്ന ചോദ്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾക്കെതിരെ വെല്ലുവിളികളെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും, പിശാചിൻ്റെ പോരുകളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇന്നലകളിൽ അവൻ ചെയ്തു തന്നിട്ടുള്ള, ചെയ്ത് പൂർത്തിയാക്കിയ കാര്യങ്ങളെ ഓർത്ത് മനസ്സിൽ ഉറപ്പിക്കാൻ, മുന്നോട്ടുള്ള യാത്ര ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. അങ്ങനെയുള്ളതിൻ്റെ ആ ഹൃദയത്തിൻ്റെ ആ അവസ്ഥയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾക്ക് എന്തുണ്ട്? നമുക്കൊരു ഈവിൾ ഹാർട്ട് എന്നാണ് വിളിക്കുന്നത്, ഒരു ദുഷ്ടഹൃദയം. ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ അതൊരു ദുഷ്ടതയാണെന്ന് ദൈവത്തിന് തോന്നുന്നത്. നമ്മുടെ ഹൃദയത്തിന് ഒരു ഈവിൾ സ്വഭാവമുണ്ട്, നന്ദിയില്ലാത്ത, ദൈവത്തെ എത്ര ചെയ്താലും നമുക്ക് ഒരു സ്നേഹമില്ലാത്ത ഒരു ഹൃദയം നമുക്കുണ്ട് എന്ന് ദൈവം തിരിച്ചറിയുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഹൃദയ കാഠിന്യതയുണ്ട്. കഠിന ഹൃദയം നമുക്ക് തന്നെ വിളിക്കാം. അത് ഹൃദയത്തിൻ്റെ ഒരവസ്ഥയാണ്. അത് അതിൻ്റെ 3:15 അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഹൃദയങ്ങൾക്ക് കഠിനമാകാനുള്ള സാധ്യതയുണ്ട്. അത് അടുത്ത ഒരു ലെവലാണ്, ഹൃദയത്തിൻ്റെ മറ്റൊരു ലെവലാണ്. ഈ ബന്ധങ്ങൾക്കകത്തുണ്ടാകുന്ന ഒരു അപകടം, കർത്താവുള്ള ബന്ധത്തിലുണ്ടാകുന്ന മറ്റൊരു അപകടം, ഹൃദയത്തിന് കാഠിന്യം സംഭവിക്കും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നറിയാമോ? മത്സരത്തിലാണ് സംഭവിക്കുന്നത്. മത്സരം സംഭവിക്കും. ദൈവിക വ്യവസ്ഥകളോട്, ദൈവിക ഇടപെടലോട്, ദൈവം പറയുന്നതിനോട് നമുക്ക് മത്സരിക്കാൻ തോന്നും. എങ്ങനെയാണ് തോന്നുന്നത്? ആ മത്സരം നടക്കുന്നത് ദൈവത്തോട് നേരിട്ട് നമുക്ക് മത്സരിക്കാനൊന്നും പറ്റില്ലല്ലോ, കാരണം ദൈവം വിസിബിളായിട്ട് നമ്മുടെ കയ്യിലൊന്നും മുമ്പിലില്ല. പക്ഷെ ദൈവം വെച്ച സംവിധാനങ്ങളോടായിരിക്കും നമ്മൾ മത്സരിക്കുക. ഇസ്രായേൽ മക്കൾ ആരോടാണ് മത്സരിച്ചിട്ടുണ്ടാവുക? മോശയോടാണ് മത്സരിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ദൈവം വെച്ച ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടാണ് മത്സരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ദൈവം ഇത് എങ്ങനെ മത്സരം എങ്ങോട്ടാണ് മനസ്സിലാക്കുന്നത്? ദൈവവുമായിട്ടുള്ള മത്സരമായിട്ടാണ് ദൈവം മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നൊരു പ്രശ്നമായത്. നമ്മൾ പലപ്പോഴും മത്സരിക്കുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസനോടോ ദൈവ പ്രവൃത്തികളോടോ ദൈവത്തിൻ്റെ ഇടപെടലോടായിരിക്കും നമ്മൾ മത്സരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരിട്ട് ദൈവമായിട്ടാണ് മത്സരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഇത് പിശാചൊന്നുമല്ല പലപ്പോഴും നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യതകളാണ്. ഇത്തരം മത്സരം ആഭിചാരത്തേക്കാൾ വലുതാണെന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ മത്സരം നമ്മൾ പലപ്പോഴും ഈ പാപമായിട്ട് കാണുന്നൊന്നുമല്ല വലിയ പാപങ്ങൾ. അതൊന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സ്വസ്ഥരാണ്. എന്താണ്? നമ്മൾ കൊല്ലുന്നില്ല, നമ്മൾ മോഷ്ടിക്കുന്നില്ല, ഇങ്ങനെയുള്ള വലിയ വലിയ സോക്കോൾഡ് പാപങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ സ്വസ്ഥതയുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലെ മത്സരങ്ങൾ അത് ആഭിചാരം ചെയ്യുന്നതിൽ വലുതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ മത്സരം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവും? അവിടെ ഹൃദയത്തിന് കഠിനത ഉണ്ടാവും. ഈ കഠിനത ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കണമെന്നറിയാമോ? ഈ കഠിനതയെപ്പറ്റി പിന്നെ പറയുന്നുണ്ട്, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. പിന്നെയും പറയുന്നു, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല. അനുസരണം കേട്ടവരുള്ള പിന്നെ ആരോടാവുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിലും പലപ്പോഴും നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയത്തില്ല.
ഹൃദയത്തിൻ്റെ കഠിനത ഉണ്ടാകുന്നത് മത്സരങ്ങൾ രൂപപ്പെടുമ്പോഴാണ്, മത്സരങ്ങളുണ്ടാകുമ്പോഴാണ്. മത്സരത്തിലേക്ക് പിശാച് നമ്മളെ കൊണ്ടെത്തിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നിരന്തരം. അത് ദൈവം വെച്ചിട്ടുള്ള സംവിധാനങ്ങളോടും ദൈവകാര്യങ്ങളോടും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ, അത് ചിലപ്പോൾ അപ്പനും അമ്മയോടുള്ള മത്സരമായിരിക്കാം, മക്കളോടുള്ള മത്സരമായിരിക്കാം, സഹവിശ്വാസികളുടെ മത്സരമായിരിക്കാം, ദൈവമക്കളോടുള്ള ദൈവദാസന്മാരുടെ മത്സരം, ആരോടൊക്കെ ആവട്ടെ. മത്സരത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ഒരു മത്സരിയായിക്കൊണ്ടേയിരിക്കും. മത്സര സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമുക്ക് നിരന്തരം മത്സരിക്കാനേ തോന്നും, അനുസരിക്കാൻ തോന്നുകയില്ല. അനുസരിക്കലൊരു പരാജയമായിട്ട് നമുക്ക് തോന്നുന്നത്. മത്സര സ്വഭാവമായി കഴിഞ്ഞാൽ അനുസരണ ഒരു ഫൂളിഷ്നെസ്സാണ്, ഒരു മണ്ടത്തരമാണ് അനുസരിക്കുക എന്ന് പറയുന്നത്. ഒരു കാര്യം അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരമായിട്ട് നമുക്ക് മാറിപ്പോകും. പക്ഷേ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾക്കകത്ത് മത്സരം ഒരു നല്ല കാര്യമല്ല, മറുതലിപ്പ് ഒരു നല്ല കാര്യമല്ല, നിഷേധിക്കൽ ഒരു നല്ല കാര്യമല്ല. ദൈവം എപ്പോഴും ദൈവ വ്യവസ്ഥകളോട് കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കുന്ന, അല്ലെങ്കിൽ 90, 100 ആട്ടെ, നമ്മളൊക്കെ 100-120 വയസ്സ് വരെ ജീവിക്കുമായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര കണ്ട് ജീവിച്ചാലും നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനുള്ളിൽ ദൈവം മുമ്പിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അതിനകത്തൊരു വലിയ ഭാഗ്യമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, നന്മയുണ്ട്. അതാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? ഈ പങ്കാളിത്തം കൊണ്ട്. ക്രിസ്തുവിൽ പങ്കാളികളാകുന്ന നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കഠിന ഹൃദയവും ഈ ദുഷ്ടഹൃദയമൊന്നും അല്ല, കർത്താവിനെ അനുസരിക്കുന്ന വിശ്വസിക്കുന്ന ഹൃദയമാണ്. അതാണ് നമ്മളെ വിശ്വാസത്തിൽ പങ്കാളികളാക്കി നിലനിർത്തുന്നത്. ഈ പങ്കാളിത്തം എവിടെ അവസാനിക്കുന്നതെന്ന് അറിയാമോ? അതാണ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പങ്കാളികളാക്കി നമ്മൾ നിർത്തും. നമ്മൾ അവസാനിപ്പിക്കുന്ന അവിടെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ പോലും അവൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളാവും. കർത്താവിൻ്റെ കാഹളത്തിൽ നമ്മൾ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കർത്താവിനോട് ചേർക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഈ പങ്കാളിത്തം അവസാനിക്കുന്നത് ഒരു നിത്യതയുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ തുടക്കമാണ്. അതുകൊണ്ട് ഈ പങ്കാളിത്തം വഴിയിൽ നിന്ന് കൈമോശം വരായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. നിരന്തോറും അവനോടുള്ള ബന്ധത്തിൽ മത്സരമില്ലാതെ അനുസരണയോടും ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തോടെ നിരന്തോറും പോവുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം അവൻ ചെയ്യാനുള്ള ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, ഇനി ചെയ്യാനുള്ളത് നമ്മളാണ്. നമ്മളിൽ ആ ഉത്തരവാദിത്വം ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പോൽക്കാലം നമ്മൾ ആഗ്രഹിക്കുന്ന കർത്താവേ, നിന്നുള്ള പങ്കാളിത്തത്തിൽ എനിക്ക് അവസാനത്തോളം നിൽക്കാൻ കഴിയണം, അവസാനത്തോളം ഈ വിശ്വാസം മുറുകെ പിടിക്കാണ്ട് പോകാൻ എനിക്ക് കൃപയുണ്ടാകണം, അതിനുള്ള കരുണ വേണം, അതിനുള്ള സഹായം വേണം, അതിനുള്ള ശക്തി വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ബാക്കി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനുമുണ്ട്. നമ്മൾ കുടുംബത്തെപ്പറ്റി, കുഞ്ഞുങ്ങളെപ്പറ്റി, ഭാവിയെപ്പറ്റി, തലമുറ, ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. ആ കൂട്ടത്തിലല്ല, അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കർത്താവേ, എനിക്ക് നിത്യതയിൽ നിന്നോടൊപ്പം പങ്കാളിയായി നിൽക്കാനുള്ള കൃപ വേണം. ആ പങ്കാളിത്തം എവിടെ പോയി നിൽക്കുന്നറിയോ? താൻ ഇരിക്കുന്നിടത്ത് ഇരുത്തും. അവൻ ലോകത്തെ വിധിക്കുന്നിടത്ത് നമ്മളും അതിൻ്റെ പങ്കാളിയാണ്. അവൻ രാജാവായി വരുമ്പോൾ നമ്മളതിൻ്റെ പങ്കാളികളാണ്. അവൻ്റെ അധികാരത്തിൻ്റെ പങ്കാളികളാണ്. അവനിലൂടെ രക്ഷയുടെ പങ്കാളികളാണ്. നമ്മളെ അവൻ ക്ഷണിച്ചേക്കുന്ന ഈ വലിയ വിളിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. കേവലം ഇവിടെ ജീവിച്ച് എന്തെങ്കിലുമൊക്കെ തിന്നുകുടിച്ച് മരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. ദൈവം മനുഷ്യന് വേണ്ടി, ലോകത്തിനു വേണ്ടി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ആ വലിയ രക്ഷണ്യ പ്രവൃത്തിയുടെ പങ്കാളിയാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിലെവിടെയെല്ലാം ദൈവം നമ്മളെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അവിടെ നമ്മൾ ആയിത്തീരാൻ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പൽക്കാലം അങ്ങനെ ആകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവേ, ഞാൻ കേവലം ഒരു വിശ്വാസിയായിട്ട് പള്ളിയിൽ വന്ന് ആരാധനപൂർവ്വം ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കതിനകത്തൊരു പരാജയമുണ്ട്. മറിച്ച് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ പങ്കാളിയാകാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. കർത്താവേ, ഇന്ന് പൽക്കാലം എനിക്ക് ബലം തരണമേ. ഞാൻ വചനത്തിന് മുമ്പിൽ കീഴ്പ്പെടുന്നു, നിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ കീഴ്പ്പെടുന്നു, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞ് കർത്താവേ, ഒരിക്കൽ കൂടി എന്നെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. ഒരു നിമിഷം.